ഫ്രണ്ട്സ്, ഞാൻ ആദ്യം വരുമ്പോൾ ജനഗണമനയ്ക്ക് വരുമ്പോൾ എൻ്റെ തലയിൽ നിറച്ച് മുടിയുണ്ടായിരുന്നു. ജനഗണമനയ്ക്ക് വരുമ്പോൾ മലയാളി ഫ്രം ഇന്ത്യ കഴിഞ്ഞ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എത്തുമ്പോൾ മാജിക് ഫ്രണ്ട്സിന് ഞാൻ എന്ത് കൊടുത്തു എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് തേങ്ങാക്കൊല. അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട്. അതിൽക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. മെയ് 9 ഈ സിനിമ സംസാരിക്കും. എന്നോട് ജെയ്ക് സേട്ടൻ എൻ്റെ കുറച്ച് സമയം എടുക്കും. പ്ലീസ് ബെയർ വിത്ത് മീ. ഈ സിനിമയുടെ ഒരു ജേർണിയിൽ കടന്നു പോകുമ്പോൾ പല പോയിന്റിലും ഞാൻ എൻ്റെ ടീമിനോട്, ബിൻഡോനോട്, ഡയറക്ഷൻ ടീമിനോട്, സനലിനോട്, സാഗറിനോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം മൈക്ക് നമ്മുടെ കയ്യിൽ വരോടാണ്. ഒരു ദിവസം ഈ മൈക്ക് നമ്മുടെ കയ്യിൽ വരോടാണ്. ആ മൈക്ക് ഞങ്ങൾ നേടിയെടുത്താണ്. വീട്ടിൽ നേടിയെടുത്താണ്. മാജിക് ഫ്രണ്ട്സിൽ ഞാൻ ആദ്യം വരുമ്പോൾ ജനഗണമനയ്ക്ക് വരുമ്പോൾ എൻ്റെ തലയിൽ നിറച്ച് മുടിയുണ്ടായിരുന്നു. ജനഗണമനയ്ക്ക് വരുമ്പോൾ മലയാളി ഫ്രം ഇന്ത്യ കഴിഞ്ഞ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എത്തുമ്പോൾ മാജിക് ഫ്രണ്ട്സിന് ഞാൻ എന്ത് കൊടുത്തു എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അൺസെൻസേർഡ് ആയിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ട് പറയുന്നതിൽ ഒരു അച്ചടക്കം ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ പൂജയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ, ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. അത് ഞാൻ വേറൊരു നടന്റെ സിനിമയുടെ ഞാൻ തന്നെ ചെയ്യുന്ന ഇതുവരെ ഒരു നടന്റെ വേദിയിൽ പോയി അവിടെ പോയി ബിഗ് ഫാൻ അല്ലെങ്കിൽ ഇവിടെ പോയി ബിഗ് ഫാൻ എന്ന് പറയുന്നില്ല, ദിലീപേട്ടന്റെ ബിഗ് ഫാൻ. ഞാനിവിടെ മാത്രമേ പറയുള്ളൂ ബിഗ് ഫാൻ. ആ ഫാൻ്റെ മുഴുവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ദിലീപേട്ടൻ. ഒരുപാട് ഇഷ്ടമാണ് തേങ്ങാക്കൊല. ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത്, ഞങ്ങൾ ഒരേ പഞ്ചായത്തിലാണ്, എടവനക്കാട് എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ്. ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത് സ്ക്രീനിനപ്പുറത്തേക്ക് സുനാമി അടിച്ച പഞ്ചായത്ത് ഞങ്ങളാണ്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഞങ്ങളെ സന്ദർശിക്കാൻ വന്ന ദിലീപേട്ടനെ ഞങ്ങൾ ആദ്യം കാണുന്നത്. അവിടെ നിന്ന് മനസ്സിൽ കയറ്റിയതാണ്. ആ ദിലീപേട്ടന് വേണ്ടി എനിക്കറിയില്ല ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള കാലിബർ എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ആ ധൈര്യം എനിക്ക് എന്നത് ബിൻഡോ ആണ്. ചിലപ്പോൾ തോന്നും ഇത് എന്താ ഈ ഒരു പടത്തിന്റെ സക്സസ് പരിപാടിക്ക് പറയേണ്ടതല്ല ഏതൊക്കെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് മൂവി വെരി കോൺഫിഡൻ്റ്ലി ആൻഡ് വി ആർ ഹാപ്പി വിത്ത് ദ മൂവി. ആ ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ലിസ്നേട്ടാ, ദിസ് മൂവി ഈസ് ഫോർ യു. നിരാശപ്പെടുത്തില്ല. ലിസ്നേട്ടൻ പറഞ്ഞ കാര്യം എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവും. ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട്. അതിൽക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. മെയ് 9 ഈ സിനിമ സംസാരിക്കും. എന്നോട് ജെയ്ക് സേട്ടൻ, എൻ്റെ പത്തിലെടുത്ത സുഹൃത്ത് ജെയ്ക് സേട്ടൻ പറഞ്ഞിട്ടുണ്ടാ അധികം സംസാരിക്കേണ്ട, സിനിമ സംസാരിക്കട്ടെ. പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് ഈ ടീം, എൻ്റെ മ്യൂസിക് ഡയറക്ടർ സനൽ, ഞങ്ങളുടെ എഡിറ്റർ സാഗർ, ഇതിൽ പ്രദേശം ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. ഇതിവിടെ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടെ നിന്ന് ഒരു പേര് ഞാൻ പറയാതെ പോകരുത്, ജോൺ ചേട്ടൻ. ബിൻഡോ പറഞ്ഞതാണ്, ഞാൻ പറയും, എല്ലാവരും പറയും ജോൺ ചേട്ടൻ താങ്ക് യു. ഒരു കാര്യം വിത്ത് 100% കൺവിക്ഷൻ പറയുന്നു, ഈ സിനിമയുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ പൂർണ്ണമായ ക്രിയേറ്റീവ് ഉത്തരവാദിത്വം ഈ ക്രിയേറ്റീവ് ടീം ഏറ്റെടുക്കുന്നു. കാരണം ഈ സിനിമയിൽ 1% പോലും ഇതിന്റെ നിർമ്മാതാവോ ഇതിന്റെ നായകനോ മറ്റാരും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. 100% ട്രസ്റ്റ് ഇവർ രണ്ടുപേരും ഈ ടീമിൽ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ പടത്തിന്റെ റിസൾട്ട് എന്തും ആവട്ടെ, നാളെ റിലീസിന്റെ അന്ന് വനിതയിലല്ലേ ബിൻഡോ, റിലീസിന്റെ അന്ന് വനിതാ തിയേറ്ററിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങൾ ഈ ലിസ്റ്റിട്ടും പറഞ്ഞാൽ ഈ പടം ഗംഭീര പടം ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ 100% എഫേർട്ട്